ഞാൻ ബാഗിൻ്റെ ഹാൻഡിലിൻ്റെ മുകളിൽ ഒരു മുത്തോണ്ടൊരു ഡിസൈൻ ചെയ്തെടുത്താൽ കണ്ടോ, കീ ചെയിൻ്റെ മുകളിലൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊരു ചേഞ്ചായിരിക്കും, ബാഗിൻ്റെ മുകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിന് വേണ്ടി ഞാൻ മുത്തോണ്ട് ചെയ്തെടുത്തു. അധികം മുത്തൊന്നും ആവശ്യമില്ല, കുറച്ച് മുത്തം, ഓവൽ ഷേപ്പുള്ള വെള്ള മുത്തും ചുവപ്പ് ഗ്ലാസിൻ്റെ മുത്തും മാത്രം മതി. അപ്പോൾ ഈ മുത്തിനെ കൊണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വിധം ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ഇത് നമ്മളെ ബാഗിൻ്റെ മുകളിലൊക്കെ നല്ല വെറുതെ ഒരു തൂങ്ങിക്കിടക്കുക, അത് ചേഞ്ചായിട്ട് നല്ല ഭംഗിയായി തോന്നും. അപ്പോൾ അത് നമ്മളെ ബാഗിൻ്റെ മുകളിലൊക്കെ ഇതേമാതിരി വേറെ വേറെ കളറിലുള്ള മുത്തൊക്കെ ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അങ്ങനെ ചെയ്യാൻ ഞാൻ ചെയ്യുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ഞാൻ ബാഗിൻ്റെ മുകളിൽ, ബാഗിൻ്റെ ഹാൻഡിലുണ്ട്, നമ്മളതിൻ്റെ മുകളിലൊരു കീ ചെയിൻ മാതിരി ഉണ്ടാക്കുന്നതിന് മുത്തോണ്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ സാധനം ഉണ്ടാകും. അപ്പോൾ ഒന്നും കൂടെ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ, ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇതാക്കി കൊടുക്കണം. ആദ്യം ഇതിൻ്റെ തയ്ക്കുന്നതിൻ്റെ മുന്നേ ഈ ഒരു വട്ടക്കണ്ണി ഇതിൻ്റെ മുകളിൽ ഫിറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയ ഒന്നിൻ്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കി വെച്ചു, ഒരു ഭാഗത്തിന് അടുത്ത ഭാഗത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നുണ്ട് പോലെ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം. കീ ചെയിനിൻ്റെ ഇതിൻ്റെ മുകളിൽ എങ്ങനെയാണ് അത് കൊളുത്താൻ നോക്കുന്നുണ്ട്. ഇതേമാതിരി ഒരു ഇതുണ്ടാക്കി. അപ്പം അതിനെന്താ ഞാൻ ഈ കളറിലുള്ള രണ്ട് കളറിലുള്ള മുത്തുകളാണ് എടുത്തത്. ഇതേമാതിരിയുള്ള മുത്ത്, ഓവൽ ഷേപ്പുള്ള മുത്തും പിന്നെ ചുവപ്പ് മുത്തും, പിന്നെ പ്ലാസ്റ്റിക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതേമാതിരി അപ്പം പ്ലാസ്റ്റിക് ത്രെഡ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ഈ ചുവപ്പ് മുത്തുണ്ടല്ലോ, ചുവപ്പ് മുത്ത് കോർത്തെടുക്കുക. പിന്നെ വീണ്ടും ഈ പേളിൻ്റെ ഈ മുത്തുണ്ടല്ലോ, അത് കോർത്തെടുക്കുക ഒരു സൈഡിൽ. മറ്റേ സൈഡിൽ അതേമാതിരി തന്നെ ഇതിൻ്റെ മുത്ത് കോർത്തെടുക്കുക. വെളുത്ത് പിന്നെ വീണ്ടും ഒരു ചുവപ്പ് മുത്ത് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഇതാ ചെറിയ വലിപ്പം വേണ്ട, അധികം വേണ്ട, അങ്ങനെ വന്നുകൊണ്ട് ഒറ്റത്ത് ഇതാ അങ്ങനെ വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ എന്താ ചെയ്യുക, ഒരു മുത്തെടുത്തിട്ട് ഇതിലുള്ള കൂടെ കോർത്തെടുക്കുക. ഈ ചുവപ്പിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുക. ഉണ്ടോ? അപ്പോൾ അത് അതേമാതിരി വന്നു. അടുത്ത് ചെയ്യുന്നത് അപ്പോൾ അത് അതേമാതിരി ഞാൻ കോർത്തെടുത്തുകൊണ്ട് ഇതിന് ഇതേമാതിരി തന്നെ അടുത്ത കോർക്കുക. അടുത്ത അങ്ങനെ 4 എണ്ണം വന്നത് ഒരു ബീഡ്സ് ഒരറ്റത്ത് കോർത്തെടുക്കുക. ഒരു ഓവൽ ഷേപ്പുള്ള ബീഡ് കേട്ടോ. പിന്നെ ഒരു ചുവപ്പ് മുത്ത് കോർത്തെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തെടുക്കുക. ഇതേമാതിരി 10 എണ്ണം ഇതേമാതിരി. ഇതിപ്പോൾ 2 എണ്ണം നമ്മൾ കോർത്തെടുക്കുക. അതിപ്പോൾ നോക്കുന്ന സമയത്ത് 1 2. അപ്പം ഇനി ഇതേമാതിരി തന്നെ ഒരു വ്യത്യാസം ഇല്ലാതെ 10 എണ്ണം കോർത്തെടുക്കണം. ആ 10 എണ്ണം ഞാൻ കോർത്തെടുത്തിട്ട് കാണിച്ചു തരാം. ഇതപ്പോൾ 10 എണ്ണം ഞാൻ കോർത്തെടുത്തപ്പോൾ 10ാമത്തെ കോർത്തുന്ന സമയത്ത് ഇവിടെ നോക്കുക, ഓരോന്നായിട്ട് 1 2 3 4 5 6 7 8 9 10. 10ാമത്തെ നമ്പറാണിത്.
പത്താമത്തെ പത്താമത്തെ കോർത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ചുവപ്പ് കൊടുക്കാതെ ഈ രണ്ടറ്റത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തെടുക്കുക. ഇത് പുറത്തെടുക്കുക. അങ്ങനെ വന്നു റൗണ്ടായിട്ട് വരും. അപ്പോൾ പിന്നെ ഇതാ ഈ ഒരു മറ്റേ അറ്റത്തു നിന്ന് അങ്ങോട്ട് തിരിച്ചും പുറത്തെടുക്കുക. അങ്ങനെ വന്നു കണ്ടോ. അപ്പോൾ അതിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിൽ വന്നില്ലേ കണ്ടോ. ഇനി അടുത്ത ഇവിടെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ മുത്ത് ഓവൽ ഷേപ്പ് മുത്ത് വേണ്ട. ഈ ചുവപ്പ് മുത്ത് ഒന്നിൻ്റെ അറ്റത്ത് പുറത്ത് കൊടുക്കുക, മറ്റേതിൻ്റെ അറ്റത്ത് ഇതേമാതിരി തന്നെ ചുവപ്പ് മുത്ത് പുറത്ത് കൊടുക്കുക. പുറത്ത് കൊടുത്തിട്ട് ഞാൻ രണ്ടറ്റത്തും അതേമാതിരി ഓരോ ചുവപ്പ് മുത്ത് വീത് ഞാൻ പുറത്തെടുത്ത് കൊണ്ടിങ്ങനെ വന്നു. ഇനി ഇതെടുത്തിട്ട് അപ്പോൾ ഈ ഒരു മുത്തല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്, ഈ ഒരു മുത്തെടുക്കാതെ ഈ ഒരു മുത്ത് ഒഴിവാക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ മുത്ത് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ മുത്തിൻ്റെ മുകളിൽ നിന്ന് ഒരറ്റത്തുള്ള മുത്ത് ഇതിനുള്ളിൽ കൂടെ പുറത്തെടുക്കുക. അപ്പോൾ അതിങ്ങനെ വരണേ, ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കണം കണ്ടോ. അങ്ങനത്തെ ഈ ഷേപ്പ്. പിന്നെ അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തെടുക്കുക. അങ്ങനത്തെ ഇത് വന്നു നടുമടക്കുക. പിന്നെ അടുത്ത ചെയ്യും. ഇനി അടുത്തതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ രണ്ടറ്റത്ത് ഓരോ ചുവപ്പ് മുത്ത് വീതം കോർത്ത് കൊടുക്കുക. പുറത്ത് കൊടുത്തു കണ്ടോ. ഇതേമാതിരി ഞാൻ ഓരോ ചുവപ്പ് മുത്തിട്ട് ഇതെവിടെ നോക്കുന്ന സമയത്ത് ഇത് ഒന്നാമത്തെ മൂന്നാമത്തേൻ്റെ മുകളിൽ പുറത്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് പുറത്ത് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ നടുക്കിൽ വരത്തക്ക വിധത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. അതിങ്ങനെ വന്നു കണ്ടോ. ഈ ഷേപ്പ് വന്നു. ഇനി അടുത്ത ഭാഗത്ത് വരുന്നത് ഇതിനുള്ള കൂടി അങ്ങോട്ട് എടുത്തു കണ്ടോ. അപ്പോൾ ഈ രണ്ട് ഷേപ്പ് ഇങ്ങനെ വന്നു. ഇനി അടുത്തതിൻ്റെ മുകളിലും ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി തന്നെ രണ്ട് ചുവപ്പ് അപ്പുറം പുറത്ത് കൊടുക്കും. പുറത്ത് കൊടുത്തു. അപ്പോൾ അതവിടെ വരുന്ന ഇതിപ്പോൾ നമ്മൾ കോർത്ത മുത്തിൻ്റെ മുകളിൽ ഒന്നാമത്തെ മൂന്നാമത്തേൻ്റെ മുകളിൽ നിന്ന് പുറത്ത് കൊടുക്കും. അങ്ങനെ എടുത്തിട്ട് അങ്ങനെ നടു മടക്കി പ്രസ്സാക്കിയാൽ മതി. ഉള്ളിലേക്ക് പ്രസ്സാക്കരുത്, പുറമേ വരത്തക്ക വിധത്തിൽ ഇത് ഈ ഭാഗത്തുള്ളത് ഈ ഭാഗത്ത് കൂടി എടുക്കുക. കുറച്ച് പ്രയാസമുണ്ട്. 2-3 ലെയർ വരുമ്പോഴേ കയറി കിട്ടാനേ വന്നു. ഈ ഷേപ്പ് വന്നു. ഇനി അടുത്ത ചെയ്യുക. അടുത്തല്ല അതിന് നീളം കുറഞ്ഞു പോകുന്നുണ്ട്. പുറത്തെടുക്കുക. ഇതും കൂടെ കുറക്കാം. എന്നിട്ട് ജോയിൻ്റ് ആക്കി കൊടുക്കുക. ഈ അറ്റത്തും പുറത്തെടുക്കുക. മൂന്നാമത്തെ ഇത് എടുക്കുമ്പോൾ 1 2 മൂന്നാമത്തേൻ്റെ മുകളിൽ ഇത് കുറച്ച് അപ്പോൾ ഈ ഷേപ്പ് ഇവിടെ ഒന്നും കൂടെ കൊടുത്താൽ ഈ ഷേപ്പ് വരും. അപ്പോൾ ഇവിടെ ഞാൻ ത്രെഡ്
ഇതായി തീർന്നതിനെ കൊണ്ട് ത്രെഡ് ജോയിൻ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ത്രെഡ് കോർത്തു. അപ്പോൾ ഇവിടെ വല്ല നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ കണ്ടു. ഇനി ഒരു മൊത്തം കൂടെ വേണം ഇവിടെ. അപ്പോൾ അതവിടെ ഒരു ചുവപ്പ്, ഒരു സൈഡിലൊരു ചുവപ്പ്, മറ്റേ സൈഡിൽ അതേമാതിരി തന്നെ ചുവപ്പ് കോർത്തെടുക്കുക. കോർത്തെടുത്തിട്ട് അപ്പോൾ വന്നില്ല ഇങ്ങനെ. എന്നിട്ട് ഇവിടെ വരുന്ന ഈ ഇതുണ്ട്, ഇതാണല്ലോ ഇനി ജോയിൻ്റ് ആവാണ്. അപ്പോൾ മൂന്നാമത്തേൻ്റെ മുകളിലാണ്. ഇതിവിടെ കണ്ടോ, ഒന്ന് 2 മൂന്നാമത്തേൻ്റെ മുകളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തെടുക്കുക. ത്രെഡ് അതിനുള്ള കൂടെ കയറാൻ കുറച്ച് ഇപ്പോൾ കുടുങ്ങിയത്. ഇങ്ങനെ വന്ന് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഒരു മുത്തും കൂടെ കോർത്തിട്ട് അതിൻ്റെ മറ്റേ സൈഡിൽ കൂടെ എടുക്കണം, എന്നാലേ ഇത് ശരിയാകും. ഈ മുത്ത് കോർത്തിട്ട് കൂടെ എടുക്കണം. ഓള് ചെറുതാകുമ്പോഴതിനുള്ളിൽ കൂടെ പുറത്തെടുക്കാൻ കുറച്ച് പ്രയാസം. നൂലുകളുടെ എണ്ണം കൂടുമ്പോൾ അതേമാതിരി ഞാൻ കോർത്തെടുത്തു കേട്ടോ. അപ്പോൾ അതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. ഇവിടെ അങ്ങനെ 5 മുത്തുകൾ വന്നു. ഈ ഭാഗത്ത് ഇതേമാതിരി തന്നെ 5 മുത്ത്. ഇവിടെ കോണുമാതിരി 2 ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കുന്ന വിധം. ആദ്യം ഒരു ചുവപ്പ് മുത്ത് നമുക്ക് കൊടുക്കാം. 2 കൂടെ അതിനുള്ളിൽ കോർത്തെടുക്കണേ. ചുവപ്പ് മുത്ത് കോർത്തെടുക്കുക. പിന്നെ ഒരു പേടിൻ്റെ മുത്ത്, വെള്ള മുത്ത് കോർത്തെടുക്കുക. പിന്നെ 2 മുത്ത്. കോർത്തെടുക്കുക. 2 മുത്ത് കോർക്കണം. കണ്ടോ, ഇതേമാതിരി വന്ന് ഇതിൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കി കൊടുത്താൽ മതി. ചെയ്യുന്ന വിധത്തിൽ ഈ വട്ടക്കണ്ണീൻ്റെ മുകളിൽ ജോയിൻ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ ടൈറ്റ് ആക്കരുത്. ഒരു ചേഞ്ച്, ഒരു പ്രത്യേക ഭംഗി അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ വർക്ക് ഇവിടെ കഴിഞ്ഞത് ഇതേമാതിരി കാണാൻ വേണ്ടി.